ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ബെറ്റാസ് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം സെയിൽ ചെയ്ത് തീർന്നു. നമ്മൾ ബാക്കിയുള്ളതിനെയും കൂടി സെയിൽ ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ സെയിലിന് വേണ്ടി നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയ ബാച്ചിനെ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ബ്രീഡ് ചെയ്ത് ഇറക്കുന്നില്ല. കാരണം ഈ കിടക്കുന്നതൊക്കെ മിക്സഡ് ബെറ്റാസാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കൊറിയർ ഓഫീസിലേക്കാണ്. നമ്മൾ കുറച്ച് ഹൈബ്രിഡ് ബെറ്റാസിനെ, അതായത് പ്യുവർ ബെറ്റാസിനെ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ചിറക്കാൻ വേണ്ടി കുറച്ച് ബെറ്റാസിനെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഡർ കൊടുത്ത ബെറ്റാസ് വന്ന് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് പ്രകാരം നമ്മൾ അപ്പോൾ ആ ബെറ്റാസിനെ കളക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ കൊറിയർ ഓഫീസ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെറ്റാസ്. അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്തൊക്കെ വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ മെയിനായിട്ടും അൺബോക്സിംഗ് ആണ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കൊറിയർ വന്ന ബെറ്റാസ് ഏതൊക്കെ ബെറ്റാസാണ്, എത്ര രൂപയൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് പാർസൽ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യേണ്ട ടൈമാണ്. നമുക്കിത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്നുള്ള സാൻഡ ഫിഷ് ഫാമിൽ നിന്നാണ് നമ്മൾ കൊറിയർ എടുത്തിരിക്കുന്നത്. എൻ്റെ സ്ഥലം എറണാകുളമാണ്. അപ്പോൾ എറണാകുളത്ത് നിന്ന് സാൻഡ ഫിഷ് ഫാമിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. 4 വെറൈറ്റി ബെറ്റാസിനാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ബെറ്റാസാണെന്ന് നമുക്കൊന്ന് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ പാക്കിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നല്ല രീതിയിലാണ് പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഫിഷിനെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഫുൾ റെഡ് OHM ആണിത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മീൻ തന്നെയാണ്. ഇത് പെയറിന് 300 രൂപക്കാണ് നമ്മൾ വാങ്ങിയത്. ഇനി നമ്മൾ അടുത്ത മീൻ അൺബോക്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതായി കാണുന്നത് അടുത്ത മെയിലാണിത്. ഇത് തായ് ഫ്ലാഗാണ് നമ്മൾ ഓർഡർ ചെയ്തത്. തായ് ഫ്ലാഗും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെയിലിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 350 രൂപയാണ് നമുക്ക് പെയറിന് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തത് മെയിൽ മിൽക്കി വൈറ്റ് OHM ഡംബോയാണ്. ഡംബോ ഇയറിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് പെയറിന് 300 രൂപക്കാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ മിൽക്കി വൈറ്റിൻ്റെ മെയിൽ അത്യാവശ്യം നല്ല സൈസാണ്. എനിക്ക് തോന്നുന്ന കൂട്ടത്തിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത് മിൽക്കി വൈറ്റാണ്. പിന്നെ അങ്ങനെ നാലാമത്തത് നമ്മുടെ അവസാനത്തെ ബെറ്റ മെയിൽ നമ്മുടെ ബ്ലൂ ബട്ടർഫ്ലൈ ആണ്. ഇത് പെയറിന് 250 രൂപക്കാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ല മെയിൽ, അത്യാവശ്യം സൈസുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെയിലാണ്. ഇനിയുള്ളത് നമുക്ക് ഫീമെയിലിനാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫീമെയിലിന് ഓപ്പൺ ചെയ്യാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഫീമെയിലിനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലൂ ബട്ടർഫ്ലൈ, അതായത് നമ്മൾ ലാസ്റ്റ് കാണിച്ച ആ മെയിലിൻ്റെ ഫീമെയിലാണിത്. പക്ഷേ ഇത് സൈസ് ഇത്തിരി കുറവാണ്. ഏകദേശം 1 മാസത്തോളം ഗ്രോത്ത് ഉണ്ട്. നമുക്കിപ്പോൾ തന്നെ ഇതിനെ ബ്രീഡ് ചെയ്യാൻ പറ്റില്ല. ഏകദേശം 1 മാസം കൂടി കഴിഞ്ഞിട്ട് ഇതിന് ബ്രീഡിങ്ങിന് ഇടാൻ പറ്റുള്ളൂ. നമുക്കിനി അടുത്തതിനെ ഓപ്പൺ ആക്കാം. അതിൻ്റെയും കൂടി എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ അടുത്തത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് മിൽക്കി വൈറ്റ് OHM ഡംബോയുടെ ഫീമെയിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇയറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, സൈസ് ഒരു ഇത്തിരി ചെറുതാണെന്നുള്ളത്. നമുക്കിപ്പോൾ തന്നെ ബ്രീഡാക്കാൻ പറ്റില്ല. ഏകദേശം 1 മാസം കൂടി കഴിയണം. ഇനി നമ്മൾ മൂന്നാമത്തേനെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇത് തായ് ഫ്ലാഗിൻ്റെ ഫീമെയിലാണ്. ഇതും സൈസ് കുറവാണ്, നമുക്കിപ്പോൾ തന്നെ ബ്രീഡിങ്ങിന് ഇടാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫീമെയിലൊക്കെ ഏകദേശം 1 മാസം കൂടി ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി കണ്ടീഷൻ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ ഫീമെയിലും നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് റെഡ് OHMൻ്റെ ഫീമെയിലാണ്. ഇതും സൈസ് അത്യാവശ്യം ഒരു ആവറേജ് സൈസാണ്. നമുക്ക് ബ്രീഡ് ചെയ്യാനുള്ള സൈസിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ ഇത് ഗപ്പി ഗ്രാസാണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നാണ്. ഈ കൊറിയറിനൊപ്പം തന്നെ കയറ്റി വിട്ടതാണ് ബ്രോ. അപ്പോൾ ഇത്രയും മീനുകളാണ് നമുക്ക് വന്നത്. ഇതെല്ലാം കൂടി ഏകദേശം 1200 രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് അയക്കുന്നത്. കൊറിയർ ചാർജ് 200 രൂപ സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം 1400 രൂപക്കാണ് നമുക്ക് കൊറിയർ വന്നത്. മീനിൻ്റെ ക്വാളിറ്റിക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മീനുകളാണ്. ഫീമെയിൽ ഇത്തിരി സൈസ് കുറവാണെന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഏകദേശം 1 മാസത്തോളം നമ്മുടെ കയ്യിൽ ഇരുന്ന് ഇത് കണ്ടോ. ഇപ്പോൾ ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന എൻ്റെ കയ്യിലുള്ള ഫീമെയിലാണ്. ഇത് ഈ സൈസ് വേണം നമ്മൾ ബ്രീഡ് ചെയ്യാൻ ഇടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ബ്രീഡൊക്കെ ആകും, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എഗ്ഗിൻ്റെ കൗണ്ട് കുറവായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സർവൈവൽ റേറ്റ് കുറവായിരിക്കും ഇപ്പോൾ തന്നെ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ടെങ്കിൽ. മാത്രമല്ല വരുന്ന കുഞ്ഞുങ്ങൾക്ക് സൈസും കുറവായിരിക്കും. ചെറിയ ഫീമെയിൽ എഗ്ഗ് ഹാച്ചായി വരുന്ന കുഞ്ഞുങ്ങൾക്ക് സൈസ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് സർവൈവ് ചെയ്ത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഈ 4 ബെറ്റാസിനെയാണ് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചിരിക്കുന്നത്. അത്യാവശ്യം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല ബെറ്റാസാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീമെയിൽ ചെറുതായി പോയി. അപ്പോൾ ഞാനിതിപ്പോൾ ഓർഡർ ചെയ്ത് വരുത്തിച്ച മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സഡ് ബെറ്റാസ് കുറച്ചിട്ട് പ്യുവർ ബ്രീഡായിട്ടുള്ള ബെറ്റാസിനെ ഇറക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ നമുക്ക് ഈ കണ്ടീഷനിൽ നമുക്ക് ഈ മെയിലിൻ്റെ ഒപ്പിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് 1 മാസം കൂടി കഴിയണം ഫീമെയിൽ കുറച്ചും കൂടി ഗ്രോത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം അഡൾട്ട് മെയിൽ ഓൾറെഡി ബ്രീഡിങ് സൈസ് ആയതാണ്.
ഏകദേശം ബബിൾ ഇടുന്ന പ്രായമാണ്. അപ്പോൾ ഈ മെയിലിനെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ക്വാളിറ്റിയുള്ള നല്ല സൈസുള്ള ഫീമെയിലായിട്ടാണ് ഇപ്പോൾ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മൾ അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഇറക്കാൻ പോകുന്നത്. അതിന് ശേഷം ഇതിൻ്റെ ഫീമെയിൽ വലുതാവുന്ന മുറക്ക് നമ്മൾ ഇവരായിട്ട് ബ്രീഡിങ്ങിനിടും. അത് ഏകദേശം ഒരു 1.5 മാസത്തെ ഗ്യാപ്പിലായിരിക്കും നമ്മൾ അടുത്ത ബാച്ചിനെ നമ്മൾ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മീനുകളൊക്കെ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും പാലക്കാട് നിന്ന് എറണാകുളം വരെയുള്ള ട്രാവലിങ് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ മീനുകളൊക്കെ കുറച്ച് ടയേർഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും അവരെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ബദാം ലീഫും ഉപ്പുവെള്ളത്തിലും നമ്മൾ ആദ്യം ഇട്ട് വെക്കാൻ പോകണം. അതിന് ശേഷം നമ്മൾ ലൈഫ് ഫീഡ് കൊടുത്തു തുടങ്ങണം. ഇനി നമ്മൾ ബ്രീഡ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന ഫീമെയിലിനെ ഞാൻ കാണിച്ചത്. ഈ കാണുന്നത് എൻ്റെ കയ്യിലുള്ള ഫീമെയിലുകളാണ്. ഇത് നമ്മുടെ ഇപ്പോൾ ഓർഡർ ചെയ്ത് വരുത്തിച്ച മിൽക്കി വൈറ്റ് ഓയച്ചമായിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വൈറ്റും, അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ ബട്ടർഫ്ലൈ ആയിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഫീമെയിലാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ബാക്കി 2 മെയിലുമായിട്ടുള്ള നല്ല പേരിനെ നമ്മൾ നോക്കി സെലക്ട് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിൽ എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ചിൻ്റെ അകത്താണ് ഇറക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഫീമെയിലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റെഡി ടു ബ്രീഡായ ഫീമെയിലാണിത്. അത്യാവശ്യം നല്ല എഗ് ലോഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസുള്ളൊരു ഫീമെയിലാണ്. ഫീമെയിൽ കുറച്ചും കൂടി സൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഒരു ബ്രീഡിങ്ങും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫീമെയിലിനെ നമ്മൾ മാറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഓർഡർ ചെയ്ത് വരുത്തിച്ച മെയിലും ഫീമെയിലും എല്ലാത്തിനും നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ആകാൻ വേണ്ടി ഗപ്പിയുടെ ടാങ്കിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇത്രയും ദൂരം യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ നമ്മളൊന്ന് ടെമ്പറേച്ചർ സെറ്റ് ആകാൻ വേണ്ടി നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് ബദാം ലീഫ് ഇട്ട വെള്ളത്തിലേക്ക് നമുക്ക് ഇവരെ മാറ്റാം. അങ്ങനെ നമ്മൾ മെയിലിനെയും ഫീമെയിലിനെയും ബദാം ലീഫ് ഇട്ട വെള്ളത്തിൽ കല്ലുപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. മീനുകളൊക്കെ അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫുഡ് കൊടുത്തു തുടങ്ങണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫീഡ് കൊടുക്കാനായിട്ട് മൊയിനെ കൾച്ചർ ചെയ്യാനായിട്ട് ബക്കറ്റ് തുറന്ന് നോക്കുകയാണ്. അത്യാവശ്യം ഒരു നേരത്തെ ഫുഡ് കൊടുക്കാനുള്ള മൊയിനെ ആയിട്ടുള്ളൂ. എന്നാലും നമുക്ക് കൊടുത്തു നോക്കാം. നമ്മൾ ചെറിയൊരു അരിപ്പ് വെച്ച് ഇത് കോരി എടുക്കുകയാണ്. ഏകദേശം ഇത്രയും മൊയിന് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് മുഴുവൻ എടുക്കാൻ പറ്റില്ല, ഇനിയും കൾച്ചറായി വരാനുള്ളതാണ്. അപ്പോൾ നമ്മൾ മൊയിനെടുത്ത് മാറ്റിയപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മൾ പുതിയതായി വാങ്ങിയ കോബ്ര ബ്ലൂ ടൈൽ ഗപ്പികൾ പ്രസവിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് ഒരുപാട് ഗപ്പികൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് കോബ്ര ബ്ലൂ ടൈൽ. പക്ഷേ നമ്മളതിൽ നിന്ന് ഒരുപാട് സെയിലായി പോയി, കുറേയൊക്കെ ഫംഗസൊക്കെ വന്ന് ഡെഡായി പോയി. അങ്ങനെ നമ്മൾ പുതിയ ബാച്ചിനെ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഏകദേശം 12ഓളം കുഞ്ഞുങ്ങളെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് പെട്ടെന്ന് കുഞ്ഞുങ്ങളെ തിന്നുന്നൊരു ഗപ്പി വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ പിടിച്ച മൊയിനകൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ബെറ്റാസിന് വേറെ ഫുഡിൻ്റെ വഴി നോക്കണം. ബാക്കിയുള്ള മൊയിനുകൾ നമ്മൾ നമ്മുടെ പാരൻറ്റിന് തന്നെ കൊടുത്തു. നമ്മുടെ കോബ്ര ബ്ലൂ ടൈലിന് പാരൻറ്റിനെ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് മോസ്കിറ്റോ ലാർവയാണ്. നമ്മുടെ മൊയിന നമ്മുടെ കയ്യിൽ തീർന്നു പോയല്ലോ, ഇനിയിപ്പോൾ കൾച്ചർ ചെയ്തിട്ട് വേണം. അപ്പോൾ മോസ്കിറ്റോ ലാർവ അത്യാവശ്യം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളതിൽ സൈസുള്ള മോസ്കിറ്റോ ലാർവേനെ നോക്കി നമ്മൾ അരിച്ചെടുത്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഫീഡ്, നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഫീഡ് കൊടുക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റാസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡയറ്റിലുള്ള ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊയിനേക്കാൾ ഇഷ്ടം അതിന് മോസ്കിറ്റോ ലാർവ തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് മോസ്കിറ്റോ ലാർവ കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരുപാട് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, കണ്ടാ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ മീൻ വന്ന് അറ്റാക്ക് ചെയ്ത് തിന്നാണ്. അതിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എല്ലാ മീനുകൾക്കും വരുന്ന 1-2 ദിവസത്തോളം നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് വേണം. ഏകദേശം ഒരു 3-4 ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ബ്രീഡിങ്ങിന് ഇടാനായിട്ട്. അപ്പോൾ ഇവരിനി ബ്രീഡിങ്ങിന് ഇടുന്ന വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ഇതിൻ്റെ അപ്ഡേഷൻസ്, ബ്രീഡിങ്ങിന് ഇടുന്ന വീഡിയോസ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് അപ്പോൾ കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.